നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 60-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ച് കൂടും. നബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷയും അവ പ്രസാദമുള്ള യാഗവുമായി എൻ്റെ പീഠത്തിൻ്റെ മേൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെപ്പോലെയും പറന്നു വരുന്ന ഇവരാർ? ദൂരത്തുനിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക കൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപ് വാസികളും തർസീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും, അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എൻ്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്ന് ഇരിക്കുക. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോന്റെ മഹത്വവും സർവവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാല് പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകൻ എന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നും നീ അറിയും. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൽ പ്രസിദ്ധങ്ങളായ വളരെ വാക്യങ്ങളുണ്ട്. 1 മുതൽ 3 വരെ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. 6-ാം വാക്യം. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചെറ്റോട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തിരുക്കവും മൂരും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. 11-ാം വാക്യം. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും.
14 വാക്യം, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രയേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. 19ഉം 20ഉം വാക്യങ്ങൾ, നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവും തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ബാബേലിൽ നിന്നുള്ള ഇസ്രയേലിന്റെ മടങ്ങിവരവാണ് ആദ്യവാക്യം. എന്നാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മശിഹ ഇസ്രയേലിൽ പൂജാതനാകുന്ന കാര്യം അതും അതിലെഴുതിയിട്ടുണ്ട്. അന്ധകാര ഭൂമിയെയും കുരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. തീർച്ചയായിട്ടും അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയുടെ മേൽ വെളിച്ചമായ കർത്താവ് ഉദിക്കുന്ന കാര്യമാണിത്. തീത്തോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് സകല ജനത്തിനും വേണ്ടി ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചുവല്ലോ എന്ന്. അപ്പോൾ കർത്താവ് ഇരുൾ മാറ്റാനായിട്ട് ലോകത്തെ സന്ദർശിച്ച കാര്യമാണ് 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെ ദൈവം രാജാവായി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഭൂരാജാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരും എന്ന് ഉള്ള വാക്യങ്ങൾ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. അത് ഒന്ന് വായിക്കാം. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. ഇനി 6-ാം വാക്യം, ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചെട്ടൊട്ടകങ്ങളും നിന്നെ മൂടും. ഷേബായിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ഇനി 11-ാം വാക്യം, ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. ഇത് യഹൂദന്മാരുടെ രാജാവായി കർത്താവായ യേശു പൂജാതനായ സമയത്ത് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ പൊന്നും മൂരും കുന്തിരുക്കവുമായി വന്ന സമയത്ത് ഭാഗികമായി നിറവേറി. എന്നാൽ നമ്മുടെ കർത്താവ് യെരൂശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റുമുള്ള രാജാക്കന്മാർ യേശുവിനെ ബഹുമാനിക്കാൻ വരും. സകല മുഴങ്കാലും മടങ്ങും എന്നാണ് ഫിലിപ്പ് ലേഖനത്തിനുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും രാജാക്കന്മാർ, അതായത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച സകല ജാതിയിലും ഗോത്രത്തിലും വംശത്തിലും പെട്ട ആളുകൾ വരും. പ്രത്യേകിച്ച് അവരുടെ നേതാക്കന്മാർ വന്ന് കർത്താവിൻ്റെ പാദത്തിൽ നമിക്കും എന്നാണ്. 19 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് യെരൂശലേം ആസ്ഥാനമാക്കി തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം, സൂര്യനോ ചന്ദ്രനോ കൂടാതെയുള്ള ദൈവത്തിൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്നാണ്. അന്നാണ് ഭൂമിക്ക് ശാപമോക്ഷം ഉണ്ടാകുന്നത്. ഇന്ന് സകല സൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുകയാണ്. ആദാമിൻ്റെ പാപം നിമിത്തം അവയൊക്കെ ശപിക്കപ്പെട്ടു. ആദാമിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സകലതും ശപിക്കപ്പെടാനിടയായി. എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കലാണ് അതിനെല്ലാം ശാപമോക്ഷം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. ഇന്നത്തെ സസ്യജാലങ്ങളുടെ ജന്തുജാലങ്ങളുടെ എല്ലാം ആ ശാപത്തിനല്ലെങ്കിൽ അവർ നിമിത്തമുള്ള ദോഷങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടാകും. നമുക്കറിയാം, ഭൂമിയിൽ മുള്ളും പറക്കാരയും ഉണ്ടായത് ആദാമിൻ്റെ പാപം നിമിത്തമാണ്. അതിനെല്ലാം മാറ്റം വരും. സകല ശാപവും മാറി ഈ ഭൂമി ദൈവരാജ്യമായിട്ട് മാറുവാനിടയായിത്തീരും. അതാണ് യെശയ്യാപ്രവചനം 60-ാം അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു ചോരക്കുഞ്ഞായി പിറന്നു വീണപ്പോൾ അക്കാലത്ത് രാജാക്കന്മാർ നക്ഷത്രം വഴി കാണിക്കപ്പെട്ട് യെരൂശലേമിൽ വന്ന് പിന്നീട് ബേത്ലഹേമിൽ എത്തിയവര് ആ ശിശുവിനെ ആരാധിച്ചത് സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പാപപരിഹാരം വരുത്തി ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പോയതുപോലെ മടങ്ങി വരികയും തീർച്ചയായിട്ടും രാജാതിരാജാവായി വാഴുകയും ചെയ്യും. അതിൻ്റെ അടയാളങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, ആളുകളെ ഒരുക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.